ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വ്യാജ വീഡിയോ ചിത്രീകരിക്കാൻ ദുരുപയോഗിച്ചതിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ അന്വേഷണം നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ചാനലിനെതിരെ എന്തിനാണ് കേസെടുത്തത്, എന്തുകൊണ്ടാണ് പോലീസ് ചാനലിന്റെ കോഴിക്കോട് ഓഫീസിൽ പോയി മൊഴിയെടുത്തതും പരിശോധന നടത്തിയതും എന്നതിനൊക്കെ മുഖ്യമന്ത്രി സഭയിൽ വിശദീകരണം നൽകി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയമാണ് ഇതിന് അവസരമൊരുക്കിയത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടാകില്ല. എന്നാൽ വ്യാജ വാർത്തയ്ക്ക് അതിൻ്റേതായ നിയന്ത്രണമുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം എന്നത് അസത്യമറിയിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. എന്നാൽ മാധ്യമങ്ങളെ വേട്ടയാടാനുള്ള അവസരമായി ഏഷ്യാനെറ്റ് വിഷയത്തെ സർക്കാർ ഉപയോഗിക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ച് ദൃശ്യം പുനരാവിഷ്കരിച്ചപ്പോൾ ദൃശ്യം യഥാർത്ഥമല്ല എന്ന് കൊടുക്കാമായിരുന്നു എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ അവതരണ വേളയിൽ മുൻ ആഭ്യന്തരമന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവും ഈ നിലപാടിനോട് യോജിച്ചു. പ്രതിപക്ഷത്തിന്റെ ഈ നിലപാട് ഏഷ്യാനെറ്റിനെ കൂടുതൽ വെട്ടിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഹാജരാകാൻ നോട്ടീസ് ഈ കേസുമായി ബന്ധപ്പെട്ട ചാനൽ മേധാവിക്കും മറ്റുള്ളവർക്കും നൽകിയിരിക്കുന്നു എന്ന വിവരം വന്നിട്ടുണ്ട്. അത്തരം നടപടികൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, മുൻ MP, മാധ്യമ നിരീക്ഷകൻ. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KT രോഹിത്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KJ ജേക്കബ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഓൺലൈൻ മാധ്യമത്തിൽ താങ്കൾ എഴുതിയ ലേഖനം വായിക്കുകയുണ്ടായി. അതിലൊരു വാചകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ വാചകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ ഈ വാർത്ത ഇങ്ങനെ നിരന്തരം ഗൗരവമായി പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സെറ്റിട്ട് വാർത്ത കൊടുക്കുന്ന കാലമാണ് എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം. സെറ്റിട്ട് വാർത്ത എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന കാലം എന്നൊരവസ്ഥയിലേക്ക് ദൃശ്യമാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു തോന്നൽ ശക്തമായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. ഇന്ന് താങ്കളുടെ തന്നെ ലേഖനത്തിൽ ഒരു വാചകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മലയാളത്തിലെ ചാനലുകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ചാനലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അപഭ്രംശം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ച അപഭ്രംശം, പിശകുകൾ താങ്കളെപ്പോലൊരു മുതിർന്ന മാധ്യമ നിരീക്ഷകൻ എന്ന നിലയിൽ കാണുന്നത് എന്താണ്? ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപന ചരിത്രം, അതിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. ആ രീതിയിൽ വലിയ തോതിലുള്ള ബഹുമാനവും ആദരവും വിശ്വാസ്യതയും ആർജിച്ച സ്ഥാപനമായിരുന്നു ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ മുതിർന്നവർ മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്ന് പറയുന്നത് പോലെ ഏഷ്യാനെറ്റിനും മാതൃകാപരമായി അനുകരണീയമായി പ്രവർത്തിക്കുന്നതിന് ബാധ്യതയുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവിച്ചത് നമുക്ക് ലഭിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി വാർത്തയാക്കാം. അതിനു പകരം ഇല്ലാത്ത വസ്തുതകൾ സൃഷ്ടിച്ചുകൊണ്ട് അതൊരു സൃഷ്ടിയാണ് എന്ന് പോലും പറയാതെ അതൊരു വാർത്തയാക്കി മാറ്റുമ്പോൾ അവിടെ പലതരത്തിലുള്ള ധാർമ്മികമായ അപഭ്രംശം സംഭവിച്ചിരിക്കുന്നു, തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. അത് കുറ്റകരമായ കൃത്യവിലോപമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഈ രീതിയിലുള്ള ഒരു നാടകത്തിൽ അഭിനയിക്കുന്നതിന് കഥാപാത്രമാക്കി മാറ്റി എന്നുള്ളത് വലിയ തോതിലുള്ള തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. അത് വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാകും. ഇവിടെ നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം ചെയ്തു, അവിടെ ഒരു തെറ്റുപറ്റി, ഒരു പിശക് സംഭവിച്ചു എന്ന് ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ ബോധപൂർവമായ കൃത്രിമ വാർത്താ സൃഷ്ടി നടന്നിരിക്കുകയാണ്. നമ്മൾ വ്യാജ വാർത്തകളെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കുന്നുണ്ട്. വ്യാജ വാർത്ത എന്നാൽ എന്ത് എന്ന് ഒരു മാധ്യമ വിദ്യാർത്ഥി ചോദിച്ചാൽ അതിന് നൽകാവുന്ന കൃത്യമായ ഉത്തരമായി ഏഷ്യാനെറ്റിൻ്റെ ഈ സംഭവം മാറിയിരിക്കുന്നു.
അത് പറയുമ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ ഈ ചർച്ചയിൽ 2 യുവജന നേതാക്കളുണ്ട്. നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട വളരെ സീനിയറായിട്ടുള്ള ഇതുപോലൊരു ചർച്ചയിൽ ഉണ്ടാവേണ്ട 2 ആളുകൾ കൂടി ഈ ചർച്ചയിലുണ്ട്. അവർ കൂടി പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് കുറേ കൂടി നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിന് ഗുണകരമാകും എന്ന് വിചാരിക്കുന്നു. ഞാൻ ശ്രീ കെ ജെ ജേക്കബിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സമീപകാലത്ത് ഇപ്പോൾ വ്യാജരേഖ കേസുണ്ട്. അതുപോലെ തന്നെ മംഗളം ചാനലിൻ്റെ തുടക്കത്തിൽ ഇതുപോലെ തന്നെ സെറ്റിട്ട് ചാനലിൻ്റെ ഒരു വരവ് ഒന്ന് ഗുമ്മാക്കാൻ ഇറങ്ങിത്തിരിച്ച് ആ ചാനൽ ചെന്നുപെട്ട വലിയ ക്രിമിനൽ കുറ്റമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അവിടേക്ക് അതേ നിലയിൽ ഇപ്പോൾ ഒരു വാർത്തയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പരമ്പര കുറെ കൂടി നിറം പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ പരമ്പരയിലൂടെ പുതിയ ഇരകൾ സമൂഹത്തിൻ്റെ മുമ്പാകെ ഈ പരമ്പരയിലൂടെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനായി എന്ന് ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ചെയ്യുന്ന ഒരു വലിയ ഏർപ്പാട്, ആ ഏർപ്പാടാണ് ഒടുവിൽ പൊതുസമൂഹത്തിന് അതൊരു വ്യാജ വാർത്തയായിരുന്നു അല്ലെങ്കിൽ ഒരു വ്യാജ വീഡിയോയായിരുന്നു എന്ന ഒരു ബോധ്യം, ഒരു തോന്നൽ ശക്തിപ്പെടുന്നത്. അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. പ്രതിപക്ഷത്തിൻ്റെതായ കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. നമ്മുടെ മുൻ അനുഭവങ്ങൾ, സമീപകാലത്തെ 2 അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ടോ? ഇപ്പോഴത്തെ ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി കൂടി പരിശോധിക്കേണ്ടതുണ്ടോ? അല്ല, നമ്മൾ മാധ്യമ ചരിത്രത്തിൽ സമാനമായ പല സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിവാര പത്രമായിരുന്നു റൂപ്പർട്ട് മർഡോക്കിൻ്റെ ലണ്ടനിൽ നിന്നിറങ്ങുന്ന ന്യൂസ് ഓഫ് ദ വേൾഡ്. അവിടെയും 14 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, അവൾ കൊല്ലപ്പെട്ടു. അവളുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം നടത്തി എന്ന ആക്ഷേപം വന്നപ്പോൾ സർവശക്തനായ റൂപ്പർട്ട് മർഡോക്കിന് തൻ്റെ ആ പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോഴും ആ പത്രത്തിൻ്റെ പുനഃപ്രസിദ്ധീകരണം സാധ്യമായിട്ടില്ല. ഏഷ്യാനെറ്റുമായും റൂപ്പർട്ട് മർഡോക്കിന് അല്പം ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കടക്കുന്നില്ല. മംഗളം ചാനൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. ആ ചാനലിൻ്റെ ഉദ്ഘാടന ദിനത്തിൽ തന്നെ ആ ചാനലിന് സംഭവിച്ച വലിയ അപകടം. ആ ചാനലിൻ്റെ റിപ്പോർട്ടർ വനിതാ റിപ്പോർട്ടർ ഒരു പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ ഈ വശ്യമായ രാത്രി സംഭാഷണത്തിന് ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഒരു മന്ത്രിയെ കുടുക്കാൻ നടത്തിയ ശ്രമം, അതൊക്കെ അന്ന് വലിയ തോതിൽ അപലപിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഒടുവിൽ ആ ചാനലിന് പൊതുസമ്മർദ്ദമുണ്ടായപ്പോൾ പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു. ആ വാർത്ത തെറ്റായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു. അതിൻ്റെ തുടർന്നുള്ള പ്രത്യാഘാതങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലും മനസ്സിലുമുണ്ട്. ഇതൊക്കെ ആയിരുന്നിട്ടും ഏഷ്യാനെറ്റ്, നമ്മൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ചാനൽ, വിശ്വാസ്യതയിൽ മുന്നിൽ നിന്നിരുന്ന ഒരു ചാനൽ, ആ ചാനൽ പ്രത്യേകമായ എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ വാർത്ത നൽകിയത്? ഒരു വാർത്ത നൽകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാവുന്ന അബദ്ധം, അല്ല അങ്ങനെ ഒരു ചില തെറ്റുകൾ അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് അങ്ങനെയല്ല. ഇത് വളരെ ബോധപൂർവം കൃത്രിമമായി ഒരു വാർത്ത സൃഷ്ടിക്കുകയും ആ വാർത്താ സൃഷ്ടിക്ക് വേണ്ടി തങ്ങളുടെ തന്നെ ചാനലിലെ ജീവനക്കാരൻ്റെ 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്ത അത്യന്തം ഹീനമായ പ്രവൃത്തിയാണ് ആ ചാനലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തുടർന്നുണ്ടായ പ്രതികരണങ്ങളെക്കുറിച്ച് എന്തെല്ലാം ചർച്ചകൾ നടത്തിയാലും അതിനെല്ലാം ഉപരിയായി ചാനലിൻ്റെ ഈ അപഭ്രംശം, ധർമ്മച്യുതി, അത് മുന്നിട്ട് നിൽക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ ജെ ജേക്കബ്, ഇതിൽ അടിസ്ഥാനപരമായ ചോദ്യം ഒന്നേ ഉള്ളൂ. ചാനൽ ആ പരമ്പരയുടെ ഭാഗമായി ഒരു വ്യാജ വീഡിയോ ചിത്രീകരിച്ചോ നിർമ്മിച്ചോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് നിയമസഭ പോലെ വളരെ ആധികാരികമായ ഒരു ഇടത്തിൽ നിന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് വളരെ വിശദമായ കാര്യങ്ങളാണ് ഇന്ന് ആ സഭയിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിൻ്റെതായ വിമർശനം, സർക്കാർ വിമർശനം അവതരിപ്പിച്ചുകൊണ്ട് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു. അടിയന്തര പ്രമേയമാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്നത്, ഇതുവരെ സംഭവിച്ചത് എന്താണ് എന്നതിനെ വിലയിരുത്താൻ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തത്. അത് പറയുമ്പോൾ തന്നെ ചാനൽ ഇന്നലെ നൽകിയ ഔദ്യോഗികമായ ഒരു വിശദീകരണവും നമ്മുടെ മുമ്പിലുണ്ട്. രേഖാമൂലം ഇറക്കിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വിശദീകരിച്ച കാര്യങ്ങളും കൂടി ബന്ധപ്പെടുത്തി, ഇപ്പോൾ നടന്നു വരുന്ന പോലീസ് കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ചാനൽ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പരിരക്ഷ അവകാശപ്പെടാൻ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് കഴിയുമോ? അല്ലെങ്കിൽ അങ്ങനെ അവർ അവകാശപ്പെടുന്നതിൽ എന്തെങ്കിലും പിശക് കാണേണ്ടതുണ്ടോ?
ശരത്ത്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിരക്ഷയൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം. നമുക്കങ്ങനെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള മാധ്യമ പരിരക്ഷയുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മാധ്യമത്തിൽ ഒരു കുറ്റകൃത്യം നടത്തിയെന്നുള്ളതുകൊണ്ടോ മാധ്യമം ഒരു കുറ്റകൃത്യം നടത്തിയെന്നുള്ളത് കൊണ്ടോ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് CRPCയോ IPC ഒന്നുമില്ല. സാധാരണഗതിയിലുള്ള നിയമങ്ങൾ തന്നെയാണ് നമുക്കും ബാധകം. ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ ആ ചാനലിൻ്റെ ഇപ്പം നമ്മൾക്ക് ഇന്ന് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച ആൾക്കാരും മുഖ്യമന്ത്രി സംസാരിച്ച ആൾക്കാരും നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? അവർക്ക് ഒറിജിനൽ ഉണ്ടായിരുന്നൊരു വീഡിയോ അതിൻ്റെ പോലത്തെ അതൊരു സാധനം രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തപ്പം അത് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തതാണ്. അതിനകത്ത് ജേർണലിസ്റ്റിക് ഇഷ്യൂസ് വേറെ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് ഞങ്ങളിത് റീക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന കേസാണ്. അത് പറഞ്ഞില്ല എങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞാൽ തീരുന്ന കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജേർണലിസം പോയിന്റ് ഓഫ് വ്യൂവിലും തീരുന്ന കേസാണ്. നിയമത്തിന്റെ വഴിയിൽ കേസ് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതിന് ഇൻവോൾവ് ആയിട്ടുള്ള പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ്. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വിഷയം സെക്ഷൽ അബ്യൂസും സബ്സ്റ്റൻസ് അബ്യൂസും ഉണ്ട്, ഡ്രഗ് അബ്യൂസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ നിയമപരമായ വിഷയങ്ങൾ വേറെയുണ്ട്. പക്ഷേ ജേർണലിസം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇത് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ജേർണലിസം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സെബാസ്റ്റ്യൻ പോൾ സാറിനോ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇതുവരെ ചെയ്തതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഡ്രഗ്സിനെതിരെ ഈ മയക്കുമരുന്നിനെതിരെ ഒരു സീരീസ് ചെയ്തു, അതുകൊണ്ട് സർക്കാർ ഞങ്ങൾക്കെതിരെ പ്രതികാര നടപടി എടുക്കുന്നു എന്നുള്ളത്. അവർക്കെങ്കിലും വിശ്വാസമുള്ള ഒരു കാര്യം വേണ്ടേ പറയാൻ. നമ്മളിങ്ങനെ ഏഷ്യാനെറ്റിനെ, ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റിനെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനമാക്കിയ കേരളത്തിലെ മനുഷ്യരോടാണ് അവർ പറയുന്നത്. നവംബർ മാസത്തിലാണ് ഈ പരമ്പര വരുന്നത്. ഇത് മാർച്ച് മാസമായി. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയും കഴിഞ്ഞ് 5ാമത്തെ മാസമാണിത്. അങ്ങനെയാണോ സാധാരണഗതിയിൽ? 5 മാസം കഴിഞ്ഞിട്ടാണോ ഇതുപോലത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ഒരു മാധ്യമം ഒരു സീരീസ് ചെയ്താൽ 5 മാസം കഴിഞ്ഞിട്ടാണോ പ്രതികരണം വരിക? നാട്ടുകാരുടെ, സർക്കാരിന്റെ പ്രതികരണം വരിക? ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഈ വീണ്ടും അവിടെ കിടന്ന് ഈ കുഴിയിൽ കിടന്ന് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര്? സത്യസന്ധമായിട്ട് പറഞ്ഞുകൂടെ? ഒരു മാധ്യമത്തിന്റെ വിശ്വാസ്യത എന്നുള്ളത് അവർ പറയുന്ന സത്യസന്ധമായ കാര്യങ്ങളിലല്ലേ? പിഴവ് പറ്റാത്ത മാധ്യമങ്ങൾ ലോകത്തിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പിഴവ് പറ്റാത്ത മാധ്യമങ്ങൾ ലോകത്തിലുണ്ട്. ഇതിനകത്ത് വേറെ നൈതികമായ പ്രശ്നം. നിങ്ങളുടെ കൈരളി ചാനൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ നിങ്ങൾ പറയുന്ന വാർത്ത സത്യമാണെന്ന് വിശ്വസിച്ച് അടുത്ത ആളോടൊന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നു നിങ്ങൾ പറയുന്ന വാർത്ത ശരിയല്ല, മറ്റൊന്നാണ് ശരി എന്ന് മറ്റൊരാൾ നിങ്ങളുടെ പ്രേക്ഷകനെ തിരുത്തിയാൽ ഒരു പത്രാധിപർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കത് നാണക്കേടാണ്. അതിനു പകരം നിങ്ങൾ തന്നെ പറയണം, സോറി ഞങ്ങൾക്കത് പറ്റിപ്പോയി. അതാണ് മാധ്യമ ധാർമ്മികത എന്നുള്ളത്. അത് പരിപൂർണമായും അവഗണിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് ഏഷ്യാനെറ്റ് വന്നു എന്നുള്ളത് അത്യധികം ഖേദകരമായ കാര്യമാണ്. അത് ചെയ്യരുത്. ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന ചാനലിലെ എഡിറ്റർമാർ തീരുമാനിച്ചാൽ, അതിൻ്റെ മാനേജ്മെന്റ് തീരുമാനിച്ചാൽ അതിൻ്റെ ക്ഷീണം ഏഷ്യാനെറ്റിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കുമായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവനുള്ള ന്യൂസ് ഏജൻസികളിലേക്ക് പോകുന്ന വാർത്ത ഇതിൻ്റെ CPM-നും കേരള സർക്കാരിനും അവർ പകപോക്കുകയാണ് എന്നുള്ള മട്ടിലാണ്. അത് നമുക്കറിയാം. അതല്ല അത് കേസ് എന്നുള്ള കാര്യം അവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ആ ചാനൽ മാറി നിൽക്കണമെന്നുള്ളത് കാരണം ഇത് നിങ്ങൾ നോക്കൂ, ആ പ്രശ്നത്തെക്കുറിച്ച് പലതരത്തിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എങ്കിലും നമ്മൾ കണക്കാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരവസ്ഥയുണ്ട്. ഇത് നമ്മളുടെ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് ഇത് റിപ്പോർട്ട് ചെയ്യുകയും സമൂഹത്തോട് പറയുകയും അധികാരികൾ അതിന് പുറത്ത് നടപടിയെടുക്കുകയും വേണം. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അവരുടെ മാതാപിതാക്കളോ ഒരു മാധ്യമത്തെ സമീപിക്കുമോ? ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്, ഞങ്ങളുടെ മകൻ അതിൽ ഉൾപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ അതിൽ ഉൾപ്പെട്ടു എന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു കുട്ടിയോ അച്ഛനോ ഒരു മാധ്യമത്തെ കണ്ട് പറയാൻ തയ്യാറാകുമോ? ഇങ്ങനെ ഈ കുട്ടികളെ വെച്ച് ഇവർ തമാശല്ല ഇവർ ഗുരുതരമായ ഇങ്ങനത്തെ കളികൾ കളിച്ചാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ബോധ്യമായ കാര്യം,
അത് ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹം കൃത്രിമം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ച ആ വാക്കിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് അത് കൃത്യമായിട്ട് അത് പറഞ്ഞത്. അത് പുനരവതരിപ്പിച്ചതാണ് എന്ന് അത് ഞങ്ങൾക്കത് പറയാൻ വിട്ടുപോയി എന്ന് പറയുന്നതിന് പകരം എന്തൊക്കെ കാര്യങ്ങളാണ് ആ ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിയായ കാര്യമല്ല. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ല എന്ന് പറയുന്നത് അത്രയധികം ഖേദമുണ്ട്. അതവർ തിരുത്താത്തിടത്തോളം കാലം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തനത്തിനും അതൊരു ക്ഷീണമായിട്ട് തന്നെ ഇരിക്കും. ശ്രീ കെ ജെ ജേക്കബ്, ഈ പറയുന്ന പരമ്പര ആ കാലത്ത് ഏഷ്യാനെറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു പരമ്പര ആരംഭിച്ചത് കൈരളി ന്യൂസാണ്. ഞങ്ങൾ അടക്കം എല്ലാ മാധ്യമങ്ങളും ചെയ്തിരുന്നു. ഞങ്ങൾ ആ കാലത്ത് പറയുകയും ചെയ്തു. കാരണം ഈ മയക്കുമരുന്നിൻ്റെ ഒരു കേസുകൾ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട MDMA വ്യാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്ത വരുമ്പോഴാണ് ഞങ്ങൾ 14 ജില്ലകളെയും ബന്ധിപ്പിച്ചൊരു പരമ്പരയിലേക്ക് പോയത്. ഈ പരമ്പര നടന്ന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മറ്റ് ചാനലുകൾ ഇതിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങളത് പറയുകയും ചെയ്തു. നല്ല സമയത്ത് നമ്മൾ തുടങ്ങി വെച്ചു, എല്ലാവരും അത് ഏറ്റെടുക്കുന്നു. പിന്നീട് സർക്കാരിൻ്റെ ഒരു വലിയ ക്യാമ്പയിൻ വരുന്നു. ആ ക്യാമ്പയിൻ വന്ന സമയത്താണ് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് അന്ന് തദ്ദേശഭരണ മന്ത്രി പറഞ്ഞതുമൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ വരുന്നത്. ഈ തരത്തിൽ ഞങ്ങളുമൊക്കെ ഇതുപോലെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പോയി ചില ലോറികളിലൊക്കെ സഞ്ചരിച്ച് ഇത് കടത്തിക്കൊണ്ട് അതിർത്തി കടന്നു വരുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സെറ്റിട്ടല്ല, സഞ്ചരിച്ച് തന്നെ ചെയ്തതാണ്, ഒക്കെ തന്നെ ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ സ്വാഭാവികമായും ഈ മാധ്യമത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് വെച്ചിട്ടായിരിക്കുമല്ലോ ആളുകൾ താരതമ്യം ചെയ്യുക. ഞങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം നിറവേറ്റി മുന്നോട്ട് പോവുക എന്ന നിലയിലാണ് സംഭവിച്ചത്. ഞങ്ങൾ അങ്ങനെയാണ് അതിനെ സമീപിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന തരത്തിൽ താങ്കൾ പറഞ്ഞാലേ മാധ്യമങ്ങളെ വല്ലാതെ ആളുകൾ സംശയിക്കുന്നതിനോ അല്ലെങ്കിൽ വിമർശിക്കുന്നതിനോ പരിഹസിക്കുന്നതിനോ കൂടുതലായി ഇടവരുത്തില്ലേ? ഞാൻ മുമ്പ് പറഞ്ഞ നിരവധി കേസുകൾ സമീപകാലത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ തരത്തിൽ കൂടി വരുമ്പോൾ സെറ്റിട്ട് വാർത്ത ചെയ്യുന്ന ഒരു ഏർപ്പാടിലേക്ക് ഒരു ഉത്തരവാദിത്വമില്ലാതെ നേരത്തെ താങ്കളൊരു തമാശയായി എന്ന് പറഞ്ഞു, പിന്നെ അത് ഗൗരവമായി എന്ന് പറഞ്ഞു. ഏതാണ് സംഭവിച്ചത് എന്ന് പറയാൻ വയ്യ. പക്ഷേ വാർത്തയെ സമീപിക്കുന്ന രീതിയിൽ വളരെ ജാഗ്രത വേണ്ടതല്ലേ? അങ്ങനെ കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ അനുഭവം ഈ കേസ് നൽകുന്നുണ്ടോ? ഉറപ്പായും ശരത്ത്, എന്നെ സംബന്ധിച്ച് അത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. അതായത് നമ്മളൊരു ഇതുപോലത്തെ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള എന്ന് നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ കൺസ്യൂമർ എന്ന് പറയുന്നത് അയാളൊരു ഹ്യൂജ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്. അപ്പോൾ ഇത് ഒരു സമൂഹം ഒന്നാകെ നിന്നെങ്കിൽ മാത്രമേ ഇതിനെ പുകച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കൂ. അങ്ങനെ അതിശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെങ്കിൽ അതിശക്തമായ പൊതുജന അഭിപ്രായം ഉണ്ടാക്കണം. കാരണം ഇതിൻ്റെ അകത്ത് കളിക്കുന്ന കളികളൊക്കെ വലിയവന്മാരുടെ വലിയ പണത്തിൻ്റെ കളികളാണ്. സർക്കാരിന് പോലും മുമ്പോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ സഹായം വേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങോട്ട് എത്തിക്കുന്നതിന് പകരം അത് തിരിച്ചടിക്കുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു പത്രപ്രവർത്തകന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഒരു പ്രൊഫഷണൽ എക്സലൻസ് കാണിക്കാൻ പറ്റുന്ന, അയാളുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതുപോലത്തെ. അത് കൊള്ളാവുന്ന ഒരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, മയക്കുമരുന്ന് എന്നുള്ളത് പറയുന്നത് കൊള്ളാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോവുക, അതിൻ്റെ ജെനുവിനായിട്ടുള്ള സോഴ്സുകളിലേക്ക് എത്തിപ്പെടുക, അതിൻ്റെ സപ്ലൈ ചെയിനിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിലെ വലിയ വൻകിടക്കാരെ കുറിച്ച് മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ചൊക്കെ സമൂഹത്തോട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു പ്രൊഫഷണലിൻ്റെ അയാളുടെ കരിയറിൽ മാർക്ക് ചെയ്യപ്പെടുന്ന അവസരങ്ങളായിരിക്കും. അതിനുവേണ്ടി പുറപ്പെടാതെ സെറ്റിട്ട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ജേർണലിസമാണ് ഈ മനുഷ്യർ പ്രാക്ടീസ് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണ്ടേ? ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി എഡിറ്റർമാരുണ്ടാവണ്ടേ മാധ്യമങ്ങളിൽ? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കേണ്ടി. ഇപ്പം നോക്കൂ, ഇത് ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് പറ്റി എന്ന് ആർജവത്തോടെ സമ്മതിക്കുന്നതിന് പകരം ഇത് നാട്ടുകാരുടെ കുറ്റമാണ് എന്ന് പറയുകയല്ലേ ചെയ്യുന്നത്? എന്തൊരു ഭീമാബദ്ധങ്ങളാണ്. ഒരു അബദ്ധത്തിൽ നിന്ന് അടുത്ത അബദ്ധത്തിലേക്ക് ആ ചാനൽ പോകുന്നത്, മുഴുവൻ മാധ്യമങ്ങളെയും കൊണ്ടുപോകുന്നത്. അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണത്. ആരോടാണിത് പറയുന്നത്? സർക്കാരിൻ്റെ പ്രതികാര നടപടിയാണ് എന്ന് ആരോടാണ് പറയുന്നത്? ഈ നാട്ടിലെ മനുഷ്യരില്ല. അവർ ഏഷ്യാനെറ്റിൻ്റെ സെബാസ്റ്റ്യൻ പോൾ സാറ് പറഞ്ഞതുപോലെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളുടെ ഗ്രാമറും സ്ട്രക്ചറും ഉണ്ടാക്കിയ ആളുകളാണ് ഏഷ്യാനെറ്റ്. അവരുടെ TN ഗോപകുമാറും ശശികുമാറും ഒക്കെ ഉണ്ടാക്കിയ വാർത്തകൾ കണ്ടിട്ട് പരിചയിച്ച മനുഷ്യരുടെ അടുത്താണ് ഇവരിത് പറയുന്നതെന്ന് ധാരണയെങ്കിലും വേണ്ടേ? തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് തെറ്റ് വരാത്ത ജേർണലിസത്തെ കുറിച്ചല്ല. എല്ലാ ജേർണലിസം എഫർട്ടിലും തെറ്റ് വരും.
പക്ഷെ അത് തിരുത്താനുള്ള ആർജവം ഉണ്ടാകുക, സമൂഹത്തോട് പറയുക ഞങ്ങളും സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള വളരെ വളരെ അടിസ്ഥാനപരമായ നൈതികതയിൽ അല്ലാതെ ഞങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങളുടെ ബോധ്യങ്ങളെ അല്ല എന്നുള്ള മട്ടിൽ ആ ഹുങ്കിൻ്റെ ഭാഷയുണ്ടല്ലോ, അതൊന്നും നടപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും വിലപ്പോകാനും സാധ്യതയില്ല കേരള സമൂഹത്തിൽ. ഞാൻ താങ്കളിലേക്ക് വരാം. AM രോഹിത്, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ CPIM നേതാവ് SK സജീഷും നമ്മൾക്ക് പോകുന്നുണ്ട്. രോഹിത്, ഇപ്പോൾ ഈ രണ്ടാളുകളും വളരെ ബഹുമാനത്തോടെ അവർ പറയുന്നതൊക്കെ കേൾക്കേണ്ട ആ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും സൂചിപ്പിച്ചത്. ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിനും വളരെ വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയമായ വിമർശനത്തിൻ്റെയും പോരിൻ്റെയും തലത്തിനപ്പുറത്തു നിന്ന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുമുണ്ട്. അല്ല, കേരളത്തിലെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോ ഏഷ്യാനെറ്റിന്റെ ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള പരമ്പര, അതിലിപ്പോ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത് വ്യാജ വാർത്തയാണോ അല്ലേ എന്നുള്ളത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളൊക്കെ കണ്ടെത്തി അതിൻ്റെതായ നടപടി എടുക്കട്ടെ. ഞങ്ങൾക്ക് അതിലൊന്നും വ്യത്യസ്തമായിട്ട് അഭിപ്രായമില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ഇപ്പോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഇത്തരം ഒരു വ്യാജ വാർത്ത നിർമ്മിച്ചു എന്നിരിക്കട്ടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയിൽ കൊടുത്തിരിക്കുന്നത് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റപത്രം തന്നെ പോക്സോ കോടതിയിൽ നിലനിൽക്കുന്നതാണ്. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പൊ ഈ വാർത്ത പരമ്പര വന്നിരിക്കുന്നത് മയക്കുമരുന്ന് മാഫിയക്കെതിരെയാണ്. CPIM എന്ന് പറയുന്ന പാർട്ടിക്കെതിരെയോ SFIക്കോ DYFIക്കോ കേരളത്തിലെ സർക്കാരിനെതിരെയല്ല. അപ്പൊ ഇത്തരം ഒരു വാർത്ത വരുമ്പോൾ അത് വ്യാജ വാർത്തയാണെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങൾ കേരളത്തിലുണ്ട്. ഇങ്ങനെ ഒരു മാധ്യമം ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നു, അത് വ്യാജ വാർത്തയാണെന്ന് ആരോപിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ അക്രമം നടത്തുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും തള്ളി മാറ്റിക്കൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അത് സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടുവാനുള്ള ശ്രമമാണെന്നാണ് പ്രതിപക്ഷം ഈ അവസരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിന്റെ ഉത്തരം കണ്ടെത്തട്ടെ. ഇപ്പൊ നമ്മൾ കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഇന്ത്യ രാജ്യത്ത് EDയെയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നുകയറ്റത്തെ കുറിച്ച് നമ്മൾ പ്രതിഷേധിച്ചവരാണ്. അവരുടെ BBC പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ആ ഓഫീസിനകത്തേക്ക് അതിക്രമിച്ച് കയറിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടൊക്കെ ലംഘിക്കപ്പെട്ടാലും കേരളത്തിൽ അത് ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ്. അങ്ങനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ കേരളത്തിൽ അവരുടെ പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനയുടെ ആളുകൾ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ, അവർക്കെതിരെയല്ലാത്തൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഓരോ ഓഫീസിനകത്തേക്ക് കയറി മാധ്യമ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നത് നമ്മൾ ഗുരുതരമായിട്ട് ചർച്ച ചെയ്യപ്പെടണം. അപ്പൊ അതോടൊപ്പം തന്നെ ആ തരത്തിൽ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തും. അപ്പൊ ഈ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ വിഷയമല്ല. ഇപ്പൊ ഈ CPMന്റെ പോഷക സംഘടനയായ CITU ഇതിനു മുമ്പ് ഒരു സമരം നടത്തിയിട്ടുണ്ട്. ആ സമരം എവിടെയാണ് ചെന്നത്? ഏഷ്യാനെറ്റിന്റെ 14ഓളം വരുന്ന ബ്യൂറോകളുടെ മുമ്പിൽ പോയി നിന്ന് സമരം ചെയ്യുകയാണ്. അതിനൊരു മാന്യതയുണ്ട്. പക്ഷെ ഈ സമരം അതിര് കടന്ന് SFIക്ക് ഇതിനകത്ത് ഒരു ഇടപെടേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ നേരിട്ട് ഓഫീസിനകത്തേക്ക് കയറി മാധ്യമ പ്രവർത്തകരെ മർദ്ദിക്കുന്നതിൽ കൈരളിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ വിഷയം കൂടി കേരളം ചർച്ച ചെയ്യപ്പെടണമെന്നാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. ഇവിടെ ശ്രീ സജീഷ്, പ്രതിപക്ഷത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ഇവിടെ രോഹിത് അവതരിപ്പിച്ചത് കേട്ടല്ലോ. അതുപോലെ തന്നെയാണ് ആ ചാനലിൻ്റെയും വലിയ പരാതി. അവരെ വേട്ടയാടുന്നു എന്നാണ്. അന്വേഷണം ശരവേഗത്തിൽ, മിന്നൽ വേഗത്തിൽ എന്നാണ് ചാനൽ വിശേഷിപ്പിച്ചത്. മിന്നൽ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നടന്ന റെയ്ഡൊക്കെ അവർ വിചാരിച്ചതിലും നേരത്തെ ആയതാവണം അങ്ങനെ തോന്നാൻ, അല്ലെങ്കിൽ അങ്ങനൊരു വിമർശനം ഉന്നയിക്കാൻ ഇടയാക്കിയത്. അപ്പോൾ ആ ചാനലിൻ്റെ പരാതിയും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പരാതിയും ഒത്തുപോകുന്നതാണ്. അല്ല ശ്രീ ശരത്ത്, എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ സംസാരം കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. ഏഷ്യാനെറ്റ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി കണ്ടെത്താൻ വേണ്ടി കഴിയും. ഏഷ്യാനെറ്റിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ ശ്രീ KJ ജേക്കബ് സാറും അതുപോലെ തന്നെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാറുമെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് ഏഷ്യാനെറ്റ് ഇന്നെത്തി നിൽക്കുന്നത് കേന്ദ്ര മന്ത്രിയും BJP നേതാവുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലാണ്. അതായത് രാജീവ് ചന്ദ്രശേഖർ BJPക്ക് വേണ്ടി ഏഷ്യാനെറ്റിനെ വാങ്ങിയിരിക്കുന്നു.
അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇങ്ങനെയായി മാറിയത്. ഏഷ്യാനെറ്റിൻ്റെ വാദഗതികൾ ഇങ്ങനെയായി മാറുന്നതും അതുകൊണ്ടാണ്. ഏതാണ്ട് സമാനമായി NDTVയുടെ അതിൻ്റെ ഉടമസ്ഥർ പോലും അറിയാതെ കേന്ദ്ര സർക്കാരിനെതിരായി വാർത്ത വരുന്ന സാഹചര്യം വന്നപ്പോൾ NDTV എങ്ങനെയാണോ അദാനി വാങ്ങി മോദിക്ക് കൊടുത്തത്, അതുപോലെ ഏഷ്യാനെറ്റ് ഇവിടെ BJP കൊടുക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രി തന്നെ BJPയുടെ നേതാവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ വാർത്തയും വാദങ്ങളുമെല്ലാം ഈ നിലയിലൊക്കെ ഉയർന്നു വരുന്നതിൽ നമ്മളാരും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ എപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ BJP വാങ്ങിയത് എന്നാണ് കോൺഗ്രസിൻ്റെ ഈ പ്രതികരണം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. NDTV പോലെ അറിയാതെ ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോയതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏഷ്യാനെറ്റ് പോലും ഉന്നയിക്കാത്ത വാദഗതി ഏഷ്യാനെറ്റിന് വേണ്ടി ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉന്നയിക്കപ്പെടുകയാണ്. അതിന് ഇവിടെ നടന്ന വിഷയങ്ങളെക്കുറിച്ചൊന്നുമല്ല, ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്ത ആ വാർത്തയിൽ വന്ന അപകടത്തെക്കുറിച്ചും അത് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ അത്തരം വാർത്തകൾക്ക് ശേഷം ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും നേരത്തെ ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അതുകൊണ്ട് പോകുന്നില്ല. ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തങ്ങളുടെ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം കുറ്റമാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ പ്രതിനിധീകരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് കഴിയുന്നില്ല? നിങ്ങൾ മറ്റൊന്നും എടുക്കേണ്ടതില്ല. നേരത്തെ നിയമസഭയിൽ ഉൾപ്പെടെ അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. ആ വിധികളെങ്കിലും പരിശോധിക്കാമല്ലോ. ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഇൻ്റർവ്യൂ പോലും എടുക്കരുത് എന്ന് സുപ്രീം കോടതി 2018 വിധിയിൽ പറഞ്ഞിട്ടില്ലേ? അത് യൂത്ത് കോൺഗ്രസിനും അറിയില്ലേ? അതിൻ്റെ ലംഘനമാണല്ലോ ഇവിടെ ഏഷ്യാനെറ്റും കാണിച്ചിരിക്കുന്നത്. ഇൻ്റർവ്യൂ പോലും എടുക്കാൻ വേണ്ടി പാടില്ല, അത് മുഖം മറച്ചു പോലും പാടില്ല എന്ന് വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായിട്ടാണ് തങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി യൂണിഫോമിൽ ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് നിർത്തി തങ്ങൾ ഇങ്ങനെയൊന്ന് സംരക്ഷണം ചെയ്യുമ്പോൾ അതിനെ സംരക്ഷിച്ചു കൊടുക്കാനുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു തൊലിക്കട്ടിയുണ്ടല്ലോ, അത് ഈ ലോകത്ത് വേറെ ഒരു പ്രതിപക്ഷത്തിനും ഉണ്ടാവില്ല എന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. മോർഫ് ചെയ്തു പോലും, അതുപോലെ ബ്ലർ ചെയ്തു പോലും ഇരകളുടെ ഫോട്ടോകൾ ഉപയോഗിക്കരുത് എന്ന് പോലും സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇതിവിടെ സംസാരിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് അറിയില്ലേ? അതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കണം, പിന്നെ നമ്മൾക്കാകാം അതിനെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർ അവിടെ കയറിയത് തെറ്റോ ശരിയോ നമുക്ക് പരിശോധിക്കാമല്ലോ. അവർ ഏഷ്യാനെറ്റ് ഉന്നയിച്ചില്ല മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു എന്ന്. എവിടുന്ന ഇദ്ദേഹത്തിന് അങ്ങനെയൊന്ന് കിട്ടിയത്? അപ്പോൾ കൂട്ടത്തിലൊരു മസാല ഏഷ്യാനെറ്റിന് വേണ്ടി അഡീഷണലായി. അവരുടെ കയ്യിൽ വിഷ്വലില്ലല്ലോ, അവരുടെ കയ്യിൽ വിഷ്വലോ അവരങ്ങനെയൊന്നും ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സുകാരൻ വന്ന് അത് ഉന്നയിച്ചു കൊടുക്കുകയാണ്. എന്തിനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? എന്തിനെയാണ് സംരക്ഷിക്കുന്നതെന്ന് സ്വയം ആലോചിക്കുക. നിങ്ങൾക്ക് ഇവർ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രൊട്ടക്ഷൻ തരും എന്ന് കരുതിയിട്ടാണെങ്കിൽ അതിനുവേണ്ടി കേരളീയ സമൂഹത്തെ അപമതിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അതിക്രമിച്ച് കയറലും അതിൻ്റെ മറ്റു ഭാഗങ്ങളുമെല്ലാം ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മാധ്യമ സ്വാതന്ത്ര്യം ഇതെല്ലാം കോൺഗ്രസ് വന്ന് പറയുകയാണ്. അത് പറയുമ്പോൾ തമാശയായിട്ടാണല്ലോ തോന്നുക. ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, ഇന്ദിരാഗാന്ധിക്കെതിരെ കേസ് വന്നപ്പോൾ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ 2 പേരല്ലേ 148 പേർ സഞ്ചരിക്കുന്ന ഒരു വിമാനം റാഞ്ചി കൊണ്ടുപോയി ഈ രാജ്യത്തെ ഭീഷണിപ്പെടുത്തിയത്? രാജ്യം കണ്ട ആദ്യത്തെ ലക്ഷണമൊട്ട ഒരു യുവജന തീവ്രവാദ പ്രവർത്തനമായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. വിമാനത്തിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട്. ഇവിടുത്തെ കാര്യമല്ല, നേരത്തെ ആ പാരമ്പര്യം തൊട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ കുറച്ചൊക്കെ ഓർമ്മിച്ചും ആലോചിച്ചും എല്ലാം പറയുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അതിക്രമിച്ച് എവിടെയെല്ലാം കയറിയിട്ടുണ്ട് എന്നതിൻ്റെ ഒന്നും ചരിത്രം ഞാൻ പറയുന്നില്ല. പറഞ്ഞു പോയാൽ അത് ദീർഘമാകുമെന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അത് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും എല്ലാം ചരിത്രത്തിൽ അത് ഒട്ടേറെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധത്തിനെതിരായി നിയതമായ വകുപ്പുകൾ വെച്ച് കേസും എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അവിടെയാണ് സജീഷ്, അവിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഗൗരവമുള്ള ഒരു ചോദ്യം ഉയരുന്നത്. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റു ചെയ്താൽ വിമർശിക്കാനും പ്രതിഷേധിക്കാനും ക്രിമിനൽ കുറ്റം ചെയ്താൽ കേസെടുക്കാനും ഒക്കെ നാട്ടിൽ നിയമമുണ്ട്. നേരത്തെ ശ്രീ KJ ജേക്കബ് പറഞ്ഞു അങ്ങനെ ഒരു മാധ്യമ പരിരക്ഷയും സ്വാതന്ത്ര്യവും പ്രത്യേകിച്ച് കാണേണ്ടതില്ല, നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പോകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പക്ഷേ എങ്ങനെയാണ് സർക്കാർ അതിൽ പോക്സോ കേസ് എടുക്കുന്നത്? സർക്കാർ ഇതിൽ പോക്സോ കേസ് എടുക്കുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷ നേതാവിനോ ഇവിടെ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കോ അറിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 5
2/5/2018 സുപ്രീം കോടതി വിധിയും അതുപോലെ തന്നെ 7/8/2018 സുപ്രീം കോടതി വിധിയും വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ആ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പാടില്ല, മാത്രവുമല്ല അവരുടെ മുഖം മറച്ചു വെച്ച് പോലും എടുക്കാൻ വേണ്ടി പാടില്ല, ബ്ലർ ചെയ്ത് പോലും എടുക്കാൻ വേണ്ടി പാടില്ല എന്ന് കൃത്യമായി പറയുമ്പോൾ ഇന്ത്യയിലെ പരമോന്നതമായ നീതിപീഠം ഇത്തരം നെറികേടുകളെ എത്ര കൃത്യമായിട്ടാണ് കൃത്യമായിട്ടാണ് തങ്ങളുടെ റേറ്റിംഗിന് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് അതിനെ ലംഘിക്കുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ വ്യക്തമാണല്ലോ, അത് ചിത്രീകരിക്കുകയല്ലേ, ഇരയല്ലല്ലോ. ശരിയാണ്, മൈനർ പെൺകുട്ടിയാണ്, പക്ഷെ ഇരയല്ലല്ലോ. അത് ശ്രീ രമേശ് ചെന്നിത്തല അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞ വാചകം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് നിങ്ങൾ ഏഷ്യാനെറ്റിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന്. ശ്രീ രമേശ് ചെന്നിത്തല ബോധപൂർവം ഈ സതീശനും കൂട്ടരുമെല്ലാം ഇപ്പോൾ കേരളത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ അഭ്യാസം ഇഷ്ടപ്പെടാതെ പറഞ്ഞതാണോ, ഉള്ളിൽ കൂടെ കൊടുത്തതാണോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞല്ലോ, നേരത്തെ ശ്രീ KJ ജേക്കബ് സാർ പറഞ്ഞല്ലോ അതിൻ്റെ അടിയിൽ ഇത് പഴയ കാര്യമാണ് എന്ന് എഴുതി കാണിച്ചിട്ടില്ല, ഞങ്ങൾ ചിത്രീകരിച്ചതാണെന്ന് എഴുതി കാണിച്ചിട്ടില്ല. അങ്ങനെ എഴുതി കാണിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഇത് യൂണിഫോം ഇട്ട് ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൊണ്ടിരുത്തി തങ്ങളുടെ റേറ്റിംഗിന് വേണ്ടി ഒരു വ്യാജമായി ഒരു വാർത്ത സൃഷ്ടിക്കുമ്പോൾ നാളെ ആ പെൺകുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ലേ? ആ പെൺകുട്ടി ഈ സമൂഹത്തിന്റെ മുന്നിൽ അപമതിക്കപ്പെടും എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ലേ? അവിടെയാണ് ഇത്തരത്തിലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നത് കുട്ടികളുടെ അവകാശത്തിന്റെ ലംഘനമാണ്. ഈ അപകടത്തെ, ഏഷ്യാനെറ്റിന്റെ ഈ ദുഷ്ടലാക്ക് തിരിച്ചറിയാൻ മാത്രമുള്ള ശേഷി ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കില്ലല്ലോ. ഉണ്ടെങ്കിൽ ആരെങ്കിലും നിന്നു കൊടുക്കുമോ? ആരും നിന്നു കൊടുക്കില്ല. ഇതിനെക്കുറിച്ചൊരു ധാരണയുള്ള ആരെങ്കിലും നിന്നു കൊടുക്കുമോ? ആരും നിന്നു കൊടുക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ഇത് തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത ഒരു കുട്ടിയെ കൊണ്ടിരുത്തുന്നത്. അത് ഏറ്റവും അപകടകരമാണ് എന്ന് കാണേണ്ടതില്ലേ? പിന്നെ തങ്ങളുടെ തന്നെ നേരത്തെയുള്ളൊരു വാർത്ത, അതിൻ്റെ ഭാഗമായി വന്ന കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കപ്പെട്ടു. അന്ന് ചെയ്ത ഒരു മാന്യതയെങ്കിലും ഏഷ്യാനെറ്റ് ഇന്ന് കാണിക്കണ്ടേ? അന്നൊരു കുട്ടിയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ശബ്ദം പോലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടാണ് അന്ന് അവർ സംരക്ഷണം ചെയ്തത്. എന്നാൽ ഇന്ന് നോക്കൂ, ഇന്ന് അവതാരകയെ മാറ്റി പകരം ഈ നൗഫൽ അവിടെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പകരം അന്നത്തെ ശബ്ദം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ പുതുതായി ഉപയോഗിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ ഈ നാട്ടിലെ ഇവിടെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രതിനിധി പറയുകയാണ് ഏഷ്യാനെറ്റിന് ഈ പറഞ്ഞ ലഹരി മാഫിയോടുള്ള അടങ്ങാത്ത പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് ഇത് ആണ് ചെയ്യുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ ഒരുപാട് വാർത്തകൾ കണ്ടെത്താനും അന്വേഷണാത്മകമായി കണ്ടെത്താനും എല്ലാം ഉണ്ട്. അവിടെയൊന്നും നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. പിന്നെ മാന്യത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഓരോന്നിനും ക്യാമ്പയിൻ എടുക്കും. ഇപ്പോൾ നേരത്തെ സ്ത്രീധന വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല ക്യാമ്പയിൻ എടുത്തു. അന്ന് രാത്രിയും ഏഷ്യാനെറ്റ് സീരിയലില് നടിമാരെല്ലാം വന്നത് 100-150 പവനിട്ട് കൊണ്ടാണ്. അത് വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. സ്ത്രീധനത്തിനെതിരായിട്ടുള്ള വാർത്ത സംരക്ഷണം ചെയ്യുമ്പോൾ ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാം, തോക്കും മയക്കുമരുന്നും മറ്റെല്ലാം ഈ പറഞ്ഞ സീരിയലുകളിലും മറ്റും ഉണ്ടാവുകയും വഴിതെറ്റിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ധാർമ്മികപരമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? തങ്ങളിലൂടെ സ്വീകരിക്കപ്പെടില്ല. കാരണം ഒന്നാണ്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നോം ചോംസ്കി മാധ്യമ വിശകലനത്തിൽ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഉടമസ്ഥതയുടെ താല്പര്യവും വരുമാനത്തിന്റെ താല്പര്യവും എല്ലാം വാർത്തകളുടെ അരിപ്പയായി നിൽക്കും. ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥത എന്ന് പറയുന്ന BJPയുടെ അരിപ്പയിലൂടെ പണമുണ്ടാക്കുക എന്ന് പറയുന്ന മർഡോക്കിന്റെ, നേരത്തെ മർഡോക്കിൻ്റെത് ഉൾപ്പെടെ ഇവിടെ പരാമർശിക്കപ്പെട്ടല്ലോ, ലോകത്ത് അടച്ചുപൂട്ടേണ്ടി വന്ന മർഡോക്കിന്റെ കാര്യം. ആ മർഡോക്കിന്റെ മൂലധനം ഉൾപ്പെടെ ഏഷ്യാനെറ്റിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ടുള്ള താല്പര്യം, ആ താല്പര്യങ്ങളിലൂടെയാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇത് മലയാളത്തിന് ചേർന്നതല്ല, കേരളത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് ഇതിനെതിരായി ശക്തമായി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പകരം എന്തിനേയും ദുഷ്ടലാക്കോടുകൂടി കാണുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായിപ്പോയി എന്നതാണ് ഈ കേരളത്തിന്റെ വലിയ ദൗർബല്യം. രോഹിത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ മറുപടി അക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് എനിക്കറിയുകയും ചെയ്യാം. ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് ഒന്ന് പോവുകയാണ്. അടുത്ത ഊഴത്തിൽ താങ്കൾക്ക് അതേക്കുറിച്ചുള്ള താങ്കളുടേതായ മറുപടി നൽകുകയും ചെയ്യാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതിൽ ഞാൻ താങ്കൾ തന്നെ എഴുതിയതിനെ ആധാരമാക്കി തന്നെയാണ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നേരത്തെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്ന് താങ്കൾ എഴുതിയതിൽ പറയുന്ന ഒരു കാര്യം, മൗലികമായ പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ക്യാമറ കാണിക്കുന്നതെല്ലാം സത്യം എന്ന ചിരപുരാതന തത്വത്തെ കവചമാക്കി ചാനലുകൾക്ക് എന്ത് കളവും കാണിക്കാമെന്ന മൗഢ്യത്തിനേറ്റ തിരിച്ചടി കൂടിയാണ്
ഈ സംഭവത്തിലൂടെ ആ ചാനലിന് സംഭവിച്ചതെന്ന് താങ്കൾ എഴുതുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ ഈ വിഷയം, യഥാർത്ഥ പ്രശ്നം, പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലം മാറ്റിവെക്കാം. അതിൽ താങ്കൾ ആ പ്രതിഷേധത്തെ കുറിച്ച് സംസാരിച്ചു. ആ പ്രതിഷേധത്തിൽ മാത്രമായി പ്രതികരണം ഒതുങ്ങിപ്പോകരുത്. യഥാർത്ഥ ക്രിമിനൽ കുറ്റവുമായി ബന്ധപ്പെട്ടുകൂടി ഇപ്പോൾ എല്ലാ ആളുകളും പരിശോധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്, അഭിപ്രായം പറയേണ്ടതുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. ഇവിടെ ശ്രീ കെ ജെ ജേക്കബ് പറഞ്ഞ പോലെ ആ ചാനൽ നൽകുന്ന വിശദീകരണം, ന്യായീകരണം, അത് മറ്റൊരു വഴിക്കല്ലേ? ഇത് ഒരു തരത്തിലും സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ആ പെൺകുട്ടിയെ ദുരുപയോഗിച്ച് ചെയ്ത വീഡിയോയാണ്, അങ്ങനെ അത് വ്യാജ വാർത്തയാണ് എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോഴും ആ ചാനൽ അതിൻ്റെ വിശദീകരണത്തിലൂടെ, ന്യായീകരണത്തിലൂടെ മറ്റൊരു നിലപാടല്ലേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളൊക്കെ വളരെ കൃത്യമായി വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചാനൽ നേതൃത്വം അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ലല്ലോ. അല്ല, അതാണ് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്. ഏഷ്യാനെറ്റിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് തന്നെ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ ശശികുമാറിൻ്റെയും ഗോപകുമാറിൻ്റെയും ഒക്കെ പേരുകൾ പരാമർശിക്കപ്പെട്ടു. സമാദരണീയമായ പേരുകൾ തന്നെയാണ് അവയൊക്കെ. അവരുടെയൊക്കെ പരിലാളനയിലും ശിക്ഷണത്തിലും വളർന്നു വന്ന ഒരു ചാനൽ എന്തുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേകമായ ഒരു രാഷ്ട്രീയ ഉദ്ദേശം മുൻനിർത്തിയുള്ള ഒരു പരിപാടിയായിരുന്നോ ഇത് എന്ന ചോദ്യം എനിക്കറിയില്ല. ഇപ്പോൾ മന്ത്രിയായിരുന്ന ശശീന്ദ്രനെതിരെ മംഗളം ചാനൽ കൊണ്ടുവന്നത് ആ ഒരു മന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അപായപ്പെടുത്തുക എന്ന ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ മയക്കുമരുന്നിൻ്റെ വ്യാപനം, അതിൻ്റെ ആ കള്ളക്കടത്തിൽ കൊച്ചു കുട്ടികളെ ഉൾപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള സംഭ്രമജനകമായ കാര്യങ്ങൾ, അവ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള സതുദ്ദേശത്തോടെയാണ് ഏഷ്യാനെറ്റ് ആ പരമ്പര നടത്തിയതെങ്കിൽ നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. നടപടിയെടുക്കുന്നതിന് ഭരണാധികാരികളെ, പോലീസിനെ, വേണ്ടപ്പെട്ടവരെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു പരമ്പരയായി അത് മാറുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ല. ഇവിടെ ഒരു ഇരയെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പോലും പറയാൻ കഴിയില്ല. ഒരു പെൺകുട്ടിയെ, കാര്യമെന്ത് എന്നറിയാത്ത പെൺകുട്ടിയെ ഇരയായി വേഷം കെട്ടിച്ച് അഭിനയിപ്പിക്കുകയായിരുന്നു. ഇതാണോ മാധ്യമപ്രവർത്തനം എന്ന ചോദ്യം ദീർഘകാലമായി മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുണ്ട്. അത് നമുക്ക് മറന്നു കളയാവുന്ന കാര്യമേ അല്ല. അത് എന്തിനു വേണ്ടി അവർ ആ പ്രവൃത്തി ചെയ്തു? ആ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. മംഗളം ചാനലിൽ അവരുടെ അവിവേകം, അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങൾ കുറേ മുതിർന്ന മാധ്യമപ്രവർത്തകർ ചേർന്ന് അന്നൊരു സംയുക്ത കത്ത് പോലും പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാനലിന് തെറ്റുബോധ്യമായി അതിൻ്റെ CEO തന്നെ പരസ്യമായി സ്ക്രീനിൽ വന്ന് അവരുടെ പ്രേക്ഷകരോട് മാപ്പ് ചോദിച്ചു, അവരുടെ തെറ്റ് ഏറ്റുപറഞ്ഞു, ആ വാർത്ത പിൻവലിച്ചു. ഇവിടെ ഏഷ്യാനെറ്റിന് ഇതര ചാനലുകൾക്ക് മാതൃകയായി വർത്തിക്കേണ്ട ചാനലിന് തങ്ങൾക്ക് യാതൊരു ദുരുദ്ദേശവും ഇതിലുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ആ കാര്യം പറഞ്ഞുകൂടാ? ഞങ്ങൾക്ക് മാധ്യമ ധർമ്മ സംബന്ധിയായി ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യം മാത്രമായിരുന്നു ഇത്. അത് ചെയ്യാതെ ഇപ്പോഴും അവർ അവരുടെ തെറ്റിൽ ഉറച്ചു നിൽക്കുകയും അതിനെ ന്യായീകരിക്കുന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും അവരെ എതിർക്കുന്നവരെ, വിമർശിക്കുന്നവരെയൊക്കെ പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇത് ഗുരുതരമായ മാധ്യമ വീഴ്ചയായി കാണണം എന്നുള്ളത് കൊണ്ടാണ് മറ്റ് പല പ്രതികരണങ്ങളെക്കുറിച്ചുള്ള പ്രതികരണത്തിന് പകരം ഈ മൗലികമായ ഈ വിഷയത്തിൽ ഒരു നിലപാട്, ഒരു തീരുമാനം കേരളത്തിലെ പൊതുസമൂഹം സ്വീകരിക്കണം എന്ന് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ശ്രീ കെ ജെ ജേക്കബ്, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ ഇരയുടെ വേഷം കെട്ടിച്ചിരുത്തിയെടുത്ത വീഡിയോ, അങ്ങനെയാണ് അതൊരു വ്യാജ വീഡിയോ ആകുന്നത്. ആ വീഡിയോയിൽ ഉപയോഗിച്ച ശബ്ദമാകട്ടെ മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു യഥാർത്ഥ കേസുമായി ബന്ധപ്പെട്ട് അതേ ചാനൽ തന്നെ ഈ സാഹചര്യത്തിൽ ആ ഇരയുടെ സംരക്ഷണം എല്ലാം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്ത്, എന്നാൽ മാസങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ അത് മറച്ചുവെക്കുന്നു, പുതിയൊരാളെ അവിടേക്ക് പ്രതിഷ്ഠിക്കുന്നു, ഒപ്പം ഈ ശബ്ദരേഖ, പഴയ ശബ്ദരേഖ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഒരു വ്യാജ വീഡിയോ എന്ന പ്രശ്നത്തിലേക്ക് വരുന്നതും അത് ചർച്ചയാകുന്നതും ആ ചർച്ചയെ തുടർന്നൊരു കേസ് വരുന്നതും ആ കേസ് നിയമസഭയിൽ വലിയ ചർച്ചകൾക്ക് പല തരത്തിൽ ഇപ്പോൾ വിധേയമാവുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ആ കുട്ടിയോട് ചെയ്ത ഒരു പിശകും സമൂഹത്തോട് ചെയ്ത തെറ്റും ഏതൊക്കെ തരത്തിലാണ് വേറിട്ട് കാണേണ്ടത്? അതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യം. ഇത് നമ്മളതിൻ്റെ ആ ഭാഗത്തേക്ക് പോയാൽ ഏഷ്യാനെറ്റ് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. കാരണം ആ പ്രവൃത്തിയെ ന്യായീകരിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഈ രണ്ടാമതെടുത്ത ഇൻ്റർവ്യൂ ആണ് ശരി എന്ന് ആ കുട്ടിയുടെ അച്ഛനെ കൊണ്ട് അവർ പറയിപ്പിച്ചു.
എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ മുമ്പിലുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കേസിൽ സംസാരിച്ച കുട്ടിയുടെ ശബ്ദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ആ കുട്ടിയെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ആ കേസിൽ ഒരു പോക്സോ കേസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ FIRൽ പോക്സോ ഉണ്ടായിരുന്നു, കുറ്റപത്രത്തിൽ പോക്സോ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയില്ല. പക്ഷേ അത് പുറത്തറിയിക്കാൻ പാടില്ലാതിരുന്ന, ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ലായിരുന്നൊരു സ്വരമാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞങ്ങൾ പുനരവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് തീർക്കേണ്ട ഒരു കേസിൽ അവർക്ക് അനുകൂലമായ സാക്ഷികളെ, ആ പെൺകുട്ടിയുടെ അച്ഛനെ കൊണ്ടുവന്നിട്ട് അയാൾ പറഞ്ഞ സാക്ഷിമൊഴി എന്നുള്ളത് അവർ തന്നെ കൊടുത്തത്, ഞങ്ങൾ ഈ നൗഫലിന് കൊടുത്തതാണ് ഈ യഥാർത്ഥ മൊഴി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കൊടുത്തത് എവിടെ പോയി? അപ്പോൾ ആദ്യം ആ ലേഡി റിപ്പോർട്ടറോട് സംസാരിച്ചത് ആരാണ്? അത് എത്തിക്കലി, ലീഗലി, ജേർണലിസ്റ്റിക്കലി ഒക്കെ പ്രശ്നമാകുന്ന കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ശരത്. ഞാൻ ഇന്നലെ ഈ ഏഷ്യാനെറ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഈ FIR കാണുകയുണ്ടായി. അത് ശുദ്ധ അസംബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2 കാര്യങ്ങളാണ് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് ഗൂഢാലോചന നടത്തി. സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ ഗൂഢാലോചന നടത്തിയാൽ എന്താ പ്രശ്നം? സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ നടത്തി എത്രയോ റിപ്പോർട്ടുകൾ ഈ രാജ്യത്ത് മാധ്യമങ്ങൾ കൊണ്ടുവരാറുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുക എന്നുള്ള ഒരു പണിയും മാധ്യമങ്ങൾക്കില്ല. അത് തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം വേറെ. അവർ ഒരു സീരീസ് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ് സർക്കാരിന്റെ പ്രതിച്ഛായ തകർന്നു എന്ന് വിചാരിച്ചു. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, പോക്സോ കേസുണ്ട്. എന്താണ് പോക്സോ കേസ്? ഇവരൊരു കാര്യം അറിഞ്ഞിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. 19, 21 വകുപ്പുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ കേസ് അവരുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകന്റെ പണി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, അതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയി ആദ്യം പറയുക എന്നുള്ളതല്ല. ഞാൻ അങ്ങനെയല്ല കണക്കാക്കുന്നത്. അത് ലെജിസ്ലേറ്റീവ്, ആ നിയമത്തിന്റെ ലെജിസ്ലേറ്റീവ് ഇന്ത്യന് നേരെ ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഏഷ്യാനെറ്റിൽ ആ വാർത്ത കണ്ട ആൾക്കാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അതൊക്കെ വീണ്ടും വിചാരമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാണ്. കാരണം ഇത് മാധ്യമ നൈതികതയുടെ വലിയ ലംഘനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ സർക്കാരും അതിനനുസരിച്ച് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് സർക്കാരും ആലോചിക്കേണ്ടതുണ്ട്. ഇതിൽ നൈതികതയുടെ പ്രശ്നമുണ്ട്, നിയമത്തിന്റെ പ്രശ്നമുണ്ട്, ജേർണലിസ്റ്റ് എത്തിക്സിന്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെ ഏഷ്യാനെറ്റ് ലംഘിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ശക്തമായ ആരോപണമുണ്ട്. അപ്പോൾ പോലും സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തി ഇങ്ങനെ സംഭവം അറിഞ്ഞിട്ട് പോലീസിൽ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത്, അത് നിലനിൽക്കുന്ന അതൊക്കെ ഇടതുപക്ഷ സർക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയതിൻ്റെ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് FIR ആണ്. FIR കേസ് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇത് മാറുമെന്നുള്ളതാണ്. ഈ FIR വെക്കുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അതിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം സർക്കാരിരിക്കുന്ന ഇന്ന് സഭയിൽ മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, അതിൻ്റെ പരിണിത ഫലമാണ് ഈ FIR അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യം എന്ന ഏതെങ്കിലും ഒരു ധ്വനി താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? FIR വിമർശിക്കപ്പെടുമ്പോഴും ഇല്ല, എനിക്കില്ല. കാരണം എനിക്ക് മുഖ്യമന്ത്രിയോടും ശ്രീ പിണറായി വിജയനോടൊക്കെ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരികയാണെങ്കിൽ പിണറായി വിജയന് കൊടുക്കാനുള്ള കേസുകൾ ഓരോ ദിവസവും കേരളത്തിലെ പത്രക്കാർ ഉണ്ടാക്കുന്നില്ല. എന്തുമാത്രം അസംബന്ധങ്ങൾ ഈ രാജ്യത്തിലെ CPM നേതാക്കന്മാർക്കെതിരെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ ഒന്നും കേസില്ലല്ലോ. അപ്പൊ എന്റെ പ്രശ്നം, ഞാനിത് കാണുന്നത് ഇത്ര സീരിയസ് ആയിട്ടൊരു വിഷയത്തെ ഈ പോലീസുകാരൻ എങ്ങനെയാണ് ഇമാതിരി FIR എഴുതി വെക്കുന്നത്? ഈ സർക്കാരിന്റെ നയം, നിങ്ങളൊരു കേസെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിൻ്റെ അകത്തെ കേസ് വേണ്ട എടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുന്നവരെ പിടിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് നയമുണ്ടോ? അതെന്തൊരു കാര്യമാണ്? എനിക്ക് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എനിക്ക് യാതൊരു തർക്കമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPMന്റെ നയമേ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റൂ. പക്ഷെ ആ നയം പോലീസിന്റെ നടപടിയിൽ സാധാരണ പോലെ പ്രതിഫലിച്ചോ എന്നുള്ള സംശയമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു മാധ്യമ പ്രവർത്തനത്തിൽ. അത് പറഞ്ഞില്ല എങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള എൻ്റെ അവകാശം ദുർബലപ്പെടും എന്നുള്ള ധാരണ എനിക്കുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ ഭരണഘടനയോടും ആ ഭരണഘടന സൃഷ്ടിച്ച മനുഷ്യരോടുമാണ് നമ്മുടെ പ്രതിബദ്ധത, അതല്ലാതെ സർക്കാരിനോടല്ല.
ഇവിടെ രോഹിത്ത്, ഇതിലൊരു ഗൗരവമായ പ്രശ്നം എന്ന് പറയുന്നത് ആ വ്യാജ വീഡിയോ എന്നുള്ളതാണ്. ആ വ്യാജ വീഡിയോ ആണ് എന്ന അന്വേഷണത്തിൽ പ്രാഥമികമായി തെളിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇന്ന് സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞൊരു സാഹചര്യം അതാണ്. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കേണ്ട പ്രതിപക്ഷം എന്ന് ഞാൻ ചോദിച്ചതിൻ്റെയും കാരണം അതാണ്. വിമർശനം സർക്കാരിനോടും സർക്കാർ അനുബന്ധമായി നിങ്ങൾക്ക് ഉന്നയിക്കാവുന്ന വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുമുണ്ട്, അവതരിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ യഥാർത്ഥ പ്രശ്നമുണ്ടല്ലോ, ഈ വ്യാജ വീഡിയോ, ഒരു മാധ്യമം, ആ ഒരു മാധ്യമം എന്ന നിലയിൽ മാധ്യമ നൈതികതയുടെ ലംഘനമുണ്ടായി, നിയമലംഘനമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കേസ് ക്ഷണിച്ചു വരുത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇവരൊക്കെ സംസാരിച്ചത് കേട്ടല്ലോ. അപ്പോൾ ആ യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് പ്രതിപക്ഷം എന്തുകൊണ്ടാണൊരു നിലപാട് പറയാതെ തപ്പിക്കളിക്കുന്നത്? അല്ല, ഇപ്പോ കൈരളി, നിങ്ങൾ പറയുന്നത് ഇതൊരു വ്യാജ വാർത്തയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മാർച്ച് 2-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി ലഭിക്കുന്നത്. മെയിൽ ത്രൂ ആണ് പരാതി ലഭിക്കുന്നത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു എന്നാണ് പറഞ്ഞത്. വ്യാജ വാർത്തയാണോ അല്ലെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രതിപട്ടികയായി പ്രതികളെ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിൽ പ്രാഥമികമായ കണ്ടെത്തലുള്ളത് കൊണ്ടാണല്ലോ. അല്ല, ഞാൻ സൂചിപ്പിക്കുന്നത് മാർച്ച് 2-ാം തീയതി കൊടുത്തിരിക്കുന്ന ഒരു കേസിൽ മാർച്ച് 3-ാം തീയതി തന്നെ മുഖ്യമന്ത്രി അടക്കം നിയമസഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു പരാതിയുണ്ട്, പരാതിയിൽ അന്വേഷണം നടക്കുന്നു എന്നാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നതിന് ശേഷം അത് വ്യാജമാണോ അല്ലോ എന്ന് രോഹിത്തെ, അതിനുശേഷം അന്വേഷണം നടന്നു, ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, ആ കേസിൽ പ്രതികൾ വന്നു, പിന്നീട് വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം കൂടി വെച്ചാണ് എന്റെ ചോദ്യം. ഈ വ്യാജ വീഡിയോ എന്ന് പറയുന്ന ഗുരുതര പ്രശ്നത്തിൽ പ്രതിപക്ഷം എന്തേ അഭിപ്രായം പറയാത്തത്? അല്ല, വ്യാജ വീഡിയോ ആണോ അല്ലേ എന്നുള്ളത് അത് അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയിക്കപ്പെടട്ടെ. പക്ഷെ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്, അവിടെയാണ് പ്രതിപക്ഷത്തിന് വ്യത്യസ്തമായ കോടതി വിധി വന്ന ശേഷമേ നിങ്ങൾ പ്രതികരിക്കൂ. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ എത്ര അപമാനകരമായിട്ടുള്ള വാർത്തകൾ കൈരളി ഉൾപ്പെടെ ദേശാഭിമാനി ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആന്തൂരിലെ സാജന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അപമാനകരമായിട്ടുള്ള വാർത്തകൾ ദേശാഭിമാനി എഴുതിയിട്ടില്ലേ? അതിനുശേഷം ഈ കോൺഗ്രസ് നേതാക്കന്മാരും സാജന്റെ ബന്ധുക്കൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനം അടിച്ചു തകർക്കുക, അല്ലെങ്കിൽ അതിനകത്തേക്ക് അതിക്രമിച്ച് കയറി പ്രതിഷേധം സംഘടിപ്പിക്കുകയാണോ വേണ്ടത്? മറിച്ച് അതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം ഒരു മാധ്യമ സ്ഥാപനത്തെ, അത് ഏഷ്യാനെറ്റാവട്ടെ, കൈരളിയാവട്ടെ, മറ്റ് ഏത് സ്ഥാപനമാവട്ടെ, ആ സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സമീപനം സ്വീകരിക്കുകയാണ്. ഇപ്പൊ ഈ വാർത്ത ഞാൻ പറയട്ടെ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഈ നൗഫൽ ബിൻ യൂസഫിനെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി വിശേഷിപ്പിക്കുന്നത് നൗഫൽ ബിൻ ലാദൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് മുസ്ലിമായതിന്റെ പേരിലാണോ? ഒരു മുസ്ലിം ചെറുപ്പക്കാരനായതിന്റെ പേരിൽ അദ്ദേഹത്തെ ബിൻ ലാദൻ എന്ന് പറയുന്ന തീവ്രവാദിയുമായി കണക്ട് ചെയ്തത് ഏത് മാധ്യമധർമ്മത്തെയും കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അതിനൊന്നും ഉത്തരം നൽകാതെ കോൺഗ്രസും ഏഷ്യാനെറ്റിന്റെ തലവന്മാർ BJP-യുമായി ബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾ BJP-ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന പറഞ്ഞുള്ള വാർത്തകൾക്കോ അല്ലെങ്കിൽ പ്രചരണങ്ങൾക്കോ യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പൊ SFI വിശ്വസിക്കുന്നില്ല അല്ലല്ല SFI നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു ചേർത്ത SFI-ക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പിറ്റേ ദിവസം അവരെ വീണ്ടും ആ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളുകൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്. ഞങ്ങളെ ഒന്ന് നിങ്ങൾ മാധ്യമ ധർമ്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ BJP വിരുദ്ധയെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ നിങ്ങൾ നിൽക്കേണ്ട. ശരി, ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം സജീഷിലേക്ക് വരാം. ന്യൂസ് ആൻഡ് ന്യൂസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ശ്രീ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ശ്രീ KJ ജേക്കബും അതുപോലെ രോഹിത്തും വളരെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അതിൽ അവസാന ഊഴത്തിൽ ഇപ്പോൾ വളരെ ചുരുക്കത്തിൽ സജീഷ്, യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ രാഷ്ട്രീയ വിമർശനം, ഞാൻ അതിൽ വേറെ കൂടുതലായി ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല. താങ്കൾക്കതിൽ സ്വാഭാവികമായും മറുപടി പറയേണ്ടതുണ്ട് എന്ന് തോന്നാം അതേക്കുറിച്ച്. അതുപോലെ തന്നെ ഒരു പരാമർശം KJ ജേക്കബ് സാർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് FIR-നെ കുറിച്ചൊരു വിമർശനം അദ്ദേഹം ഈ ചർച്ചയിൽ ഉന്നയിക്കുക കൂടി ചെയ്തു. അത്രമാത്രം. ഒന്ന് ചുരുക്കി വേഗത്തിൽ. തീർച്ചയായും ശ്രീ ശരത്ത്, ഒരു കാര്യം, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് ഇപ്പോഴും വിഷയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം ഇപ്പോഴും വ്യാജ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യാജമായ വാർത്ത ഈ ഏഷ്യാനെറ്റും മനോരമയും മറ്റു മാധ്യമങ്ങളുമെല്ലാം ദൈനംദിനം ഈ സർക്കാരിനെതിരായി നിരന്തരം നിർബാധം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു വിഷയമേ അല്ല. ഇത് പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
ഒരു വീഡിയോ നിർമ്മിച്ച് തങ്ങളുടെ വാർത്തയ്ക്ക് നിറവും കൊഴുപ്പും പകരാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന തെറ്റായ, നിയമത്തിനകത്ത് നിരക്കാത്ത ഇന്ത്യയുടെ സുപ്രീം കോടതി, പരമോന്നത നീതിപീഠം പോലും വ്യക്തമായി ചൂണ്ടിക്കാണിച്ച അങ്ങേയറ്റത്തെ അക്ഷന്തവ്യമായ മാധ്യമരംഗത്ത് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റാത്ത തെറ്റായ പ്രവണത കാട്ടി എന്നതാണ് പ്രശ്നം. വ്യാജ വാർത്ത എത്രയുണ്ട് സുഹൃത്തെ? ഇന്നത്തെ പത്രത്തിൽ പോലും നിങ്ങൾ മനോരമ എടുത്തു നോക്കിയാൽ വ്യാജ വാർത്ത ഉണ്ടാവില്ലേ? ഏഷ്യാനെറ്റ് ഇന്നും സംപ്രേഷണം ചെയ്തിട്ടുണ്ടാവില്ലേ വ്യാജ വാർത്തകൾ? വ്യാജ വാർത്തകളും പെരുപ്പിച്ച വാർത്തകളും മറ്റ് വാർത്തകളുമെല്ലാം ഇവർ സംരക്ഷണം ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതെല്ലാം അവരുടെ ഉടമസ്ഥതയുടെ താല്പര്യം, ആ താല്പര്യത്തിൽ നിന്ന് അവരത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വലതുപക്ഷ മാധ്യമങ്ങൾ, അവരുടെ ധർമ്മം അതാണ്, അവരുടെ രീതി അതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അതിൽ തെറ്റിദ്ധരിക്കരുത് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണം. ശ്രീ ശരത്ത്, ഒറ്റ കാര്യം, അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ വാർത്തയും ആരും സംരക്ഷണം ചെയ്തിട്ടില്ല. സോളാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നത് നിങ്ങളുടെ നേതാവായിട്ടുള്ള മല്ലേരി ശ്രീധരൻ നായർ, കോൺഗ്രസ് നേതാവ് നടത്തിയ പത്രസമ്മേളനവും അദ്ദേഹത്തിൻ്റെ വാർത്തകളും എല്ലാമായി ബന്ധപ്പെട്ടാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജോപ്പൻ ജിക്കുമോൻ എന്ന് പറയുന്ന 2 പൊളിറ്റിക്കൽ നിയന്ത്രണത്തിൽ നിയമിക്കപ്പെട്ട ആളെ പിടിച്ച് ജയിലിൽ അടച്ചത് ഉമ്മൻചാണ്ടിയുടെ പോലീസ് തന്നെയാണ്. അതുകൊണ്ട് അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ മാധ്യമ സ്ഥാപനത്തിലേക്ക് ഒരു മാർച്ച് നടത്തി എന്നത് വലിയ അക്ഷന്തവ്യമായ തെറ്റായി കാണുന്നുണ്ടെങ്കിൽ, ദേശാഭിമാനി പത്രത്തിൻ്റെ ഓഫീസ് അടിച്ചു തകർത്ത് കല്ലെറിഞ്ഞ് തകർത്ത വയനാട്ടിലെ സംഭവത്തിൽ KPCCയുടെ പ്രസിഡന്റ് എന്തായിരുന്നു പ്രതികരിച്ചത്? തൻ്റെ കുട്ടികൾ ആവേശത്തോടെ ചെയ്തത് എന്നല്ലേ? എന്ത് തെറ്റ് ചെയ്താലും തൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു KPCC പ്രസിഡന്റ് കേരളത്തിലുണ്ടല്ലോ. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത സംഭവമെല്ലാം ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നു. ഒറ്റക്കാര്യം, എന്ത് നടപടിയെടുത്തു എന്നാ ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനകത്ത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം തകർത്ത KSU യൂത്ത് കോൺഗ്രസിനെതിരായി നിങ്ങളെന്ത് നടപടിയെടുത്തു എന്നല്ലേ ഈ സമൂഹം ആദ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തകർത്ത ആ ഗാന്ധി ചിത്രത്തിന്റെ പേരിൽ ആ കോൺഗ്രസുകാർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്, എന്ത് മാന്യതയാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന് കാണേണ്ടതില്ലേ? പിന്നെ നിങ്ങൾക്ക് ഇതിലൊന്നും മറുപടി പറയാൻ വേണ്ടി പറ്റില്ല കോൺഗ്രസ്. കാരണം നിങ്ങളുടെ അധികാര ചക്കളത്തി പോരാട്ടത്തിന് വേണ്ടി ISRO കേസ് കെട്ടിച്ചമച്ച് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കരുണാകരനും അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി ഈ പറഞ്ഞ AI ഗ്രൂപ്പുകാരെല്ലാം കേരളത്തിൽ നടത്തിയ അങ്ങേയറ്റത്തെ നെറുകേടും പിന്നീട് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കൂ. സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞ ഒരു പ്രശ്നമാണ് ഇവിടെ നിൽക്കുന്നത്. അതൊരു പോക്സോ കേസിന്റെ പരിധിയാണ് എന്നുകൂടി കാണേണ്ടതുണ്ട്. പിന്നെ നേരത്തെ KJ ജേക്കബ് സാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഒറ്റ വാചകത്തിൽ അത് വളരെ വ്യക്തമായി എന്താണ് സർക്കാരിന്റെ നിലപാട് എന്ന് FIR-നപ്പുറത്തേക്ക് വളരെ കൃത്യമായി ഇന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാണുന്നതെന്നാണ്. സർക്കാരിനെതിരായ ഒരു വാർത്തയുണ്ടാക്കിയെന്ന് ഒരു വാചകത്തിൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാരിനെതിരല്ലല്ലോ വാർത്ത എന്ന് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വൈര്യനിരാധന ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിട്ടുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിയമത്തിനപ്പുറത്തേക്കില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി അത് വ്യക്തവും. ഈ വിഷയത്തിൽ സജീഷ്, ഭരണ പ്രതിപക്ഷ നിലപാടുകൾ ഈ ചർച്ചയിൽ വളരെ വ്യക്തമായി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്. പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിച്ചു, ഭരണപക്ഷം എന്താണ് ഇതിൽ കാണുന്നത് എന്ന് പറഞ്ഞു വെച്ചു. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ട സമയമാകുന്നു. നന്ദി 4 പേർക്കും സഹകരിച്ചതിന്.